2 മുട്ടയും പാലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുന്ന നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പി കേട്ടോ. വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന നല്ല പഞ്ഞി പോലെ സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തേത്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ടയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ബീറ്റാക്കി എടുക്കുക. ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ പോരാ കേട്ടോ. ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ബീറ്റാക്കി എടുക്കണേ. കണ്ടതാ ഇതുപോലെ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു നുള്ളു മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എന്താണെങ്കിലും മധുരമൊക്കെ ചേർത്ത് കൊടുക്കുന്നതല്ലേ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഒട്ടും തന്നെ ഇല്ലാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ആണെന്നുണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടെ അലന്ന് വരുന്നവരെ മുട്ടയായിട്ട് ശരിക്കും ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. ഹാൻഡ് വിസ്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോക്കോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. സ്പൂൺ വെച്ച് മിക്സ് ആക്കുന്നത് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഹാൻഡ് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോക്കോ യൂസ് ചെയ്യുന്നതായിരിക്കും. പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ മുട്ടയുടെ മിക്സിന്റെ അളവ് കറക്റ്റായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കണേ. എന്നാൽ മാത്രമാണ് പാലും അതനുസരിച്ച് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. കണ്ടോ, ഈ ഒരു ബൗൾ നിറച്ച് തന്നെ മുട്ടയുടെ മിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗൾ നിറച്ച് തന്നെ പാലും കൂടി എടുക്കണം. നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതേപോലെ ഒന്നും കൂടെ അരിച്ച് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഈ മുട്ടയുടെ മിക്സ് അളന്ന അതേ പാത്രത്തിൽ അതേ ബൗളിൽ 1 കപ്പ് തന്നെ പാലും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. മുട്ട എത്രത്തോളം ആണുള്ളത് അത്രയും തന്നെ പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വേണം കറക്റ്റായിട്ട് ആ ഒരു അളവ് ഒന്ന് ബാലൻസ് ആയിട്ട് വരുള്ളൂ. അതിനുശേഷം രണ്ടും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ, നമ്മുടെ മിക്സിങ്ങിന്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയും പാലും പഞ്ചസാരയും വാനില എസൻസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയുള്ള ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ആവിക്ക് വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റീലിന്റെ ബൗളാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചുറ്റും ഒന്ന് നെയ്യ് പറ്റി കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ചുറ്റും ഒന്ന് പറ്റി കൊടുക്കാം. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവിക്ക് വെക്കുമ്പോൾ മേൽഭാഗത്തോട്ട് തന്നെ വെള്ളമൊന്നും വീഴാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചും കൂടി ഒന്നും കൂടി കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചാലും മതിയാവും. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റെങ്കിലും റെഡിയായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം 30 മിനിറ്റ് ഒന്നും കൂടി റെഡിയായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാനായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പൊങ്ങി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഫ്രിഡ്ജിലും കൂടി വെച്ച് ഒന്നും കൂടി സെറ്റാക്കിയിട്ട് വേണം കേട്ടോ പുറത്തെടുത്ത് കട്ട് ചെയ്യാനായിട്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ മാത്രം കേട്ടോ ഇതേപോലെ പുറത്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോരാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ആ കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾ പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണെന്നുണ്ടെങ്കിലും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കവർ പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും അതേപോലെ തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കവർ പാലും ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.